Very good evening. Very good evening, children. Varsha, Sanusha, Abhinav, Jishna, Jenny, Sri Shakti, Akila, Anugraha, Shada, Vijusha, Swati, Smritilaya, Tia, Adira, Vismaya, Arathi, കുറേ പേര് മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇവേ പേര് വിളിച്ചവരും വിളിക്കാത്തവരും എല്ലാവർക്കും a very good evening and a hearty welcome to another chemistry class. എല്ലാവർക്കും സുഖമല്ലേ മക്കളെ? Hope all are doing good and fine. Arjun Krishna, Nikhil Rajan, Swaliha, Akshaya, a very good evening once again. Yes, നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ തുടങ്ങാൻ പോവുകയാണ്. റൈറ്റ്? ആദ്യം നമുക്ക് ഒരു ചോദ്യം ചെയ്തിട്ട് തുടങ്ങാം. കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന് ഒരു ചോദ്യം ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. യെസ്, ഉത്തരം കിട്ടിയവർ റെസ്പോണ്ട് ചെയ്യാം. I want to know what is the hybridization and the shape of the molecule. What is the hybridization and the shape of the molecule? XeO2F2. XeO2F2. ഇതിൻ്റെ hybridization എന്താണ്? shape എന്താണ്? That is what the question. XeO2F2. ഇതിൻ്റെ ഹൈബ്രിഡൈസേഷനും ഷേപ്പും പഠിച്ച ഓർമ്മയുള്ളവർ ഒന്ന് ചെയ്ത് വേഗം പറയുക. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ്. അഞ്ജലി, ഗുഡ് ഈവനിങ്. ആൻസർ കിട്ടിയവർ ഇമീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാം. XeO2F2 സെനോൺ ഓക്സി ഫ്ലൂറൈഡ് ആണ്. ഇതിൽ കുറേ കോമ്പൗണ്ട്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ടാണ് തന്നിരിക്കുന്നത്. ഐ വുഡ് ലൈക്ക് ടു നോ വാട്ട് ഈസ് ദ ഹൈബ്രിഡൈസേഷൻ ആൻഡ് ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ. അർജു, ഗുഡ് ഈവനിങ്. അർജു ആണെന്ന് തോന്നുന്നു. അറിയാത്തവർക്ക് അറിയില്ല എന്ന് മെസ്സേജ് ഇടാം കേട്ടോ. ചെയ്യാൻ അറിയാത്തവർക്ക് അതും റെസ്പോൺസ് ആയിട്ട് അയക്കാം. അറിയില്ല സാർ. യെസ്, അർജുൻ. ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ട് കണ്ണ. നന്ദഗോപാൽ ആണോ? വേറെ ഏതൊക്കെയോ ഫോണ്ടിലൊക്കെ വരുന്നുണ്ടല്ലോ. ഈസ് ഇറ്റ് നന്ദഗോപാൽ? ഗുഡ് ഈവനിങ്. So far no answer, no response. No അറിയില്ല, no അറിയും. ഇതുവരെ ആരും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അറിയില്ല എന്നാരും പറഞ്ഞിട്ടില്ല. ആൻസറും ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ കണ്ണ. ഓക്കെ, യെസ്. ഫസ്റ്റ് റെസ്പോൺസ് ഫ്രം വർഷ. ബെൻഡ് ഷേപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നു. ബെൻഡ് ഷേപ്പ്. അർജു, സ്ക്വയർ പ്ലാനാർ എന്നല്ല, സ്ക്വയർ പ്ലാനാർ ആണോ എന്നാണ് ചോദ്യം. സ്ക്വയർ പ്ലാനാർ ആണോ എന്നാണ് ചോദ്യം. ആദിത്യൻ, sp3d. അഭിനവ്, sp3d. ഷേപ്പ് വന്നിട്ടില്ല. 2 ഹൈബ്രിഡൈസേഷൻ എത്തിയിട്ടുണ്ട്. 2-3 ഷേപ്പ് എത്തിയിട്ടുണ്ട്. 2ഉം കൂടെ എത്തിയിട്ടില്ല. വേറൊരു ഹൈബ്രിഡൈസേഷൻ വന്നിട്ടുണ്ട്. ആരതി, sp3. വർഷ, ഹൈബ്രിഡൈസേഷൻ അറിയില്ല സാർ. അർജു, sp3d. യെസ്. ഇനി ഉത്തരം പറയാൻ മടിച്ച് ഇരിക്കുന്ന കുറേ പേരുണ്ടാവും. ഞാൻ ചെയ്തത് തെറ്റാണോ? എൻ്റെ ഉത്തരം ശരിയാണോ? അതുകൊണ്ട് ലെറ്റ് us വെയിറ്റ്. സാർ ഉത്തരം പറയട്ടെ, എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യാം എന്നിരിക്കുന്ന കുറേ പേരുണ്ടാവും. ആൻഡ് ദ ടൈം ഈസ് ഓവർ. നമുക്ക് നോക്കാം. ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. H = 1/2 ×
വി പ്ലസ് എക്സ് മൈനസ് സി പ്ലസ് എ എന്നൊരു ഫോർമുല പഠിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഹാഫ് ഇൻറ്റു വാലൻസ് ഇലക്ട്രോൺ ഓഫ് സെൻട്രൽ ആറ്റം xenon നോബിൾ ഗ്യാസ് ആണ്. അതിലെ വാലൻസ് ഇലക്ട്രോൺസ് 8 എണ്ണം പ്ലസ് സറൗണ്ടിങ് മോണോവാലന്റ് ആറ്റംസ്. ഫ്ലൂറിൻ ആണ് മോണോവാലന്റ്, ഓക്സിജന്റെ എണ്ണം എടുക്കരുത്. സോ ഇറ്റ് ഈസ് 2 ഫ്ലൂറിൻ. പിന്നെ ചാർജ് ഓഫ് കാറ്റയോണും ആനയോണും ഒന്നും ഇല്ല, കാരണം ന്യൂട്രൽ മോളിക്യൂൾ ആണ്. അപ്പോൾ 5 എന്ന് കിട്ടും. ആൻഡ് ഹെൻസ് ദ ഹൈബ്രിഡൈസേഷൻ ഈസ് sp3d. sp3d ഹൈബ്രിഡൈസേഷൻ പറഞ്ഞ എല്ലാവർക്കും ആശംസകൾ. വെരി ഗുഡ്, ദാറ്റ് വാസ് കറക്റ്റ്. ഇനി sp3d ഹൈബ്രിഡൈസേഷൻ വരുമ്പോൾ എന്താണ് ജോമെട്രി വരിക? ജോമെട്രി എന്താ വരിക? xenon 1 2 3 4 5. ഇറ്റ് ഈസ് ട്രൈഗോണൽ ബൈപിരമിഡൽ ജോമെട്രി. ട്രൈഗോണൽ ബൈപിരമിഡൽ ജോമെട്രി 5 ബോണ്ടാണ്. പക്ഷെ ഇവിടെ നമുക്ക് 4 ആൾക്കാരാണ് ചുറ്റും ഉള്ളത്. സോ എങ്ങനെ വരും? ഓക്സിജൻ ഓക്സിജൻ ഫ്ലൂറിൻ ഫ്ലൂറിൻ ആൻഡ് എ ലോൺ പെയർ. ആൻഡ് ഓക്സിജൻ ഷുഡ് ബി ഡബിൾ ബോണ്ട്. ഇതാണ് ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ. ഈ ഷേപ്പിന് എന്താ മക്കളെ പേര് പറയാം? ഈ ഷേപ്പിന് എന്താ പേര് പറയാം? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ഷേപ്പ്? പ്രദീപ്, ഗുഡ് ഈവനിങ്. ഈ ഷേപ്പിന്റെ പേര് എക്സാക്ട്ലി സീസോ ഷേപ്പ്. സീസോ ഷേപ്പ്. ദിസ് ഈസ് കോൾഡ് സീസോ ഷേപ്പ്. Seesaw shape, and you can find a seesaw in the structure. സ്ട്രക്ചറിൽ നിങ്ങൾക്കൊരു സീസോ കാണാൻ സാധിക്കും. ദിസ് ഈസ് ദ സീസോ. സീസോ ഷേപ്പ് എന്ന് പറയും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യം ചെയ്തത്? ആക്ച്വലി അങ്ങനെ ഒരു ചോദ്യം ചെയ്ത് ഇന്നത്തെ ക്ലാസ് തുടങ്ങണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടൊന്നുമല്ല. ക്ലാസ് തുടങ്ങുന്ന ആ മൊമെന്റിൽ എനിക്ക് തോന്നി ഒരു ചോദ്യം ചെയ്യിക്കണം എന്ന്. ആൻഡ് ദാറ്റ് ഈസ് എ ജെന്റിൽ റിമൈൻഡർ. ഈവൻ ദോ എ ചാപ്റ്റർ ഈസ് ഒഫീഷ്യലി കംപ്ലീറ്റഡ്, നിങ്ങൾ അത് നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ആ ചാപ്റ്റർ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ട്രൈ ടു ഗിവ് മീ എ റിപ്പോർട്ട് ഓൺ ഹൗ മെനി ഓഫ് യു റിവൈസ്ഡ് ചാപ്റ്റർ 1. ഈ അടുത്ത് ചാപ്റ്റർ 1 റിവൈസ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? അതായത് സം ബേസിക് കോൺസെപ്റ്റ്സ് റിവൈസ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? സ്ട്രക്ചർ ഓഫ് ആറ്റം റിവൈസ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് റിവൈസ് ചെയ്തിട്ടുണ്ടോ? കെമിക്കൽ ബോണ്ടിങ് നന്നായിട്ട് പഠിച്ചുവോ? റിവൈസ് ചെയ്തുവോ? ഇത് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. റെഗുലർ ആയിട്ടുള്ള റിവിഷനിലൂടെ മാത്രമേ ചാപ്റ്റേഴ്സ് നമുക്ക് ഓർമ്മയിൽ വെക്കാൻ സാധിക്കുകയുള്ളൂ. മറന്നു പോകുന്ന കാര്യങ്ങൾ വീണ്ടും 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 ചോദിക്കുക. പഠിക്കാനുള്ള ഇനി അങ്ങനെ ഓർത്ത് നിൽക്കാത്ത കാര്യങ്ങൾ ഏറ്റവും നല്ല മാർഗം, ഒരു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉടനെ എനിക്ക് അയച്ചു തരിക. അപ്പോൾ അതിൻ്റെ ഒരു വോയിസ് മെസ്സേജ് ഞാൻ ഇടാം. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഇൻട്രാക്ട് ചെയ്യാം. അങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓർത്തു വെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യെസ്, ഇനി നമുക്ക് പുതിയ ചാപ്റ്ററിലേക്ക് കടക്കാം. ആർക്കും പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഐ തിങ്ക് ഇറ്റ് ഈസ് പ്രിറ്റി ക്ലിയർ ടു ഓൾ. എല്ലാവർക്കും ക്ലിയർ അല്ലേ മക്കളെ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? Now I am going to start with the new chapter. നമ്മൾ പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ് കേട്ടോ. പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. And that is thermodynamics. This is our new chapter. നോട്ട് ബുക്കിൽ പുതിയൊരു പേജ് എടുക്കുക, നല്ല മനോഹരമായിട്ട് ഹെഡിങ് ഒക്കെ എഴുതുക. തെർമോഡൈനമിക്സ്. ഐ റിപ്പീറ്റ്, നമുക്ക് പഠിക്കാൻ, നമ്മളെപ്പോഴും പഠിക്കുന്ന ഒരു നന്നായിട്ട് അക്കാഡമിക്സ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ യു ട്രൈ ടു കീപ്പ് ഓൺ ഇൻട്രാക്ടിങ് വിത്ത് ദ ടീച്ചേഴ്സ്. ടീച്ചേഴ്സുമായിട്ട് മാക്സിമം ഇൻട്രാക്ട് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ കൂടുതൽ സബ്ജക്റ്റിൽ ഇൻട്രാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടും.
കൂടുതലായിട്ട് നമ്മൾ സബ്ജക്റ്റുമായിട്ട് ഇൻവോൾവ് ചെയ്യാനുള്ള സാധ്യത കൂടും. ഒബ്വിയസ്ലി നമ്മുടെ അക്കാഡമിക്സിന് നല്ലൊരു ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാവും കേട്ടോ. യെസ്, ചാപ്റ്റർ തെർമോഡൈനമിക്സ്. തെർമോഡൈനമിക്സ് എന്ന വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ഐ തിങ്ക് മെനി ഓഫ് യു നോ. തെർമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് എനർജി, അതാണ് തെർമോ എന്ന് ഉദ്ദേശിക്കുന്നത്. തെർമോ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹീറ്റ് എന്ന എനർജി ഫോമിനെയാണ്. ഹീറ്റ് എന്ന എനർജി ഫോമാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അറിയാമല്ലോ. ഡൈനാമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെന്റ് ആണ്. മൂവ്മെന്റ്, അതാണ് ഡൈനാമിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദർശ്, ഗുഡ് ഈവനിങ്. തെർമൽ എനർജിയുടെ, ഹീറ്റ് എനർജിയുടെ ചലനത്തെ കുറിച്ചാണ് നമ്മുടെ ഇവിടുത്തെ വിഷയം. മൂവ്മെന്റ് ഓഫ് ഹീറ്റ്, ഡൈനാമിക്സ് ഓഫ് ഹീറ്റ്, അതാണ് നമ്മുടെ ഇവിടുത്തെ വിഷയം. ഓക്കെ, അത് ഫിസിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്, കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. ഫിസിക്കൽ പ്രോസസ് ആണെങ്കിലും ഹീറ്റ് എനർജിയുടെ മൂവ്മെന്റ് ഉണ്ടാവും. കെമിക്കൽ പ്രോസസ് ആണെങ്കിലും ഹീറ്റ് എനർജിയുടെ മൂവ്മെന്റ് ഉണ്ടാവും. ഹീറ്റ് എനർജിയുടെ മൂവ്മെന്റ് ഇല്ലാത്ത ധാരാളം റിയാക്ഷൻസ് ഉണ്ട്. But many of the reactions we can see there is a flow of heat involved in the process. Right? അവിടെ ഒരുപക്ഷെ മിക്കവരും ഓർക്കുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ അറിയാവുന്ന ഒരു വാക്കാണ് എക്സോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് റിയാക്ഷൻ ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻ. ഇത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടാവോ? എനിക്കറിയില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ മക്കളെ? എക്സോതെർമിക്, എൻഡോതെർമിക് കേട്ടിട്ടില്ലേ? കെമിക്കൽ റിയാക്ഷൻസ് തെർമോഡൈനമിക്സിന്റെ ഭാഷയിൽ 2 ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. എക്സോതെർമിക് കെമിക്കൽ റിയാക്ഷൻസും എൻഡോതെർമിക് കെമിക്കൽ റിയാക്ഷൻസും. എക്സോ എന്ന വാക്കിന്റെ അർത്ഥം ഔട്ട് എന്നാണ്. എൻഡോ എന്ന വാക്കിന്റെ അർത്ഥം ഇൻ എന്നാണ്. എക്സോ എന്ന് വെച്ചാൽ പുറത്തേക്ക്. എക്സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക്, ഔട്ട്. എൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തേക്ക്, ഇൻ. എക്സോതെർമിക് റിയാക്ഷൻ ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻ. ആ റിയാക്ഷനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ആർ കൺവേർട്ടഡ് ടു പ്രോഡക്റ്റ് പ്ലസ് ഹീറ്റ്. ദിസ് ഈസ് എക്സോതെർമിക് റിയാക്ഷൻ. ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ടന്റ്, പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ്. ഒരു റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. അപ്പോഴോ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു. പ്രോഡക്റ്റ് മാത്രമല്ല കിട്ടുന്നത്, ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു. ഇത്തരം റിയാക്ഷൻസിനെ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയും. അത് നമുക്ക് ഇങ്ങനെ എഴുതാം: റിയാക്ടന്റ് കൺവേർട്ടഡ് ടു പ്രോഡക്റ്റ് പ്ലസ് ഹീറ്റ്. അതേസമയം എൻഡോതെർമിക് ആണെങ്കിൽ എങ്ങനെ എഴുതാൻ സാധിക്കും? റിയാക്ടന്റ് പ്ലസ് ഹീറ്റ് യു ഗെറ്റ് പ്രോഡക്റ്റ്. അതാണ് എൻഡോതെർമിക് റിയാക്ഷൻ. അപ്പോൾ എക്സോതെർമിക് റിയാക്ഷനിൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യും പ്രോഡക്റ്റിന്റെ കൂടെ. എൻഡോതെർമിക് റിയാക്ഷനിൽ റിയാക്ടന്റ് ഹീറ്റ് അബ്സോർബ് ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് മാറും. ഇത് എലിമെന്ററി ആസ്പെക്ട് ഓഫ് തെർമോഡൈനമിക്സ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് എക്സോതെർമിക് റിയാക്ഷൻ ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് റിയാക്ഷനിൽ ഹീറ്റ് റിലീസ് ചെയ്യും, ഹീറ്റ് ലിബറേറ്റഡ്. എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഹീറ്റ് അബ്സോർബ്ഡ്, ഹീറ്റ് അബ്സോർബ്ഡ്. So heat liberating processes are called exothermic. Heat absorbing processes are called endothermic. എല്ലാവരും നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. Try to give me an answer. Try to give me an answer. ഞാൻ 2 എനർജി പ്രൊഫൈൽ ഡയഗ്രാം വരയ്ക്കുകയാണ്. ദിസ് ഈസ് എനർജി അലോങ് ദ വൈ ആക്സിസ് ആൻഡ് റിയാക്ഷൻ പ്രോഗ്രസ് അലോങ് ദ എക്സ് ആക്സിസ്.
energy along the y-axis and reaction progress along the x-axis. ഞാൻ രണ്ട് എനർജി പ്രൊഫൈൽ ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നു. ടെൽ മീ വിച്ച് വൺ ഈസ് എക്സോതെർമിക്. ഇതിൽ ഏതാണ് എക്സോതെർമിക് എന്ന് പറയുക. ഇതാണ് ഒന്നാമത്തേത്. ദിസ് ഈസ് റിയാക്ടന്റ് ആൻഡ് ദിസ് ഈസ് പ്രോഡക്റ്റ്. ഇതാണ് രണ്ടാമത്തേത്. ദിസ് ഈസ് റിയാക്ടന്റ് ആൻഡ് ദിസ് ഈസ് പ്രോഡക്റ്റ്. പറയുക, ഇതിൽ ഏതാണ് എക്സോതെർമിക്? ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ ഏത് ഗ്രാഫാണ് എക്സോതെർമിക് റിയാക്ഷനെ സൂചിപ്പിക്കുന്നത്? ഓബ്വിയസ്ലി മറ്റേത് എൻഡോതെർമിക് ആയിരിക്കും. ആരതി പറയുന്നു രണ്ടാമത്തേത് എക്സോതെർമിക്. അർജു 1 endothermic 2 exothermic. Abhinav 2 exothermic. Aaron 2 exothermic. Varsha 1. Nandagopal 2. യെസ് മക്കളെ, ഒന്നാമത്തെ ഗ്രാഫ് എൻഡോതെർമിക് ആണ് ആൻഡ് രണ്ടാമത്തെ ഗ്രാഫ് എക്സോതെർമിക് ആണ്. ദിസ് ഈസ് എക്സോതെർമിക് ആൻഡ് ദിസ് ഈസ് എൻഡോതെർമിക്. വർഷ യു വെന്റ് റോങ്. ബാക്കി എല്ലാവരുടെയും ശരിയായിരുന്നു, വർഷ തെറ്റി കേട്ടോ. രണ്ടാമത്തേതാണ് എക്സോതെർമിക്. എക്സോതെർമിക്കില് ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. Therefore, energy of product will be less than that of reactant. ഇതെങ്ങനെയാണ്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? റിയാക്ടന്റ് കൺവേർട്ടഡ് ടു പ്രോഡക്റ്റ് പ്ലസ് ഹീറ്റ് എന്ന് വെച്ചാൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യണം. ഹീറ്റ് ലിബറേറ്റ് ചെയ്യുമ്പോൾ എനർജി കുറയും. That means energy of products is less than energy of reactants. നോക്കടാ, പ്രോഡക്ട്സിന്റെ എനർജി ഇതാണ്, റിയാക്ടന്റിന്റെ എനർജി ഇതാണ്. പ്രോഡക്ട്സിന്റെ എനർജി കുറവാണ്. ഇതാണ് പ്രോഡക്റ്റിന്റെ എനർജി, ഇവിടെയാണ് റിയാക്ടന്റിന്റെ എനർജി. നോക്കുക, എനർജി ഓഫ് പ്രോഡക്റ്റ് ഈസ് ലെസ് ദാൻ റിയാക്ടന്റ്. അതേസമയം എൻഡോതെർമിക് ആണെങ്കിലോ, എൻഡോതെർമിക്കില് റിയാക്ടന്റ് ഹീറ്റ് അബ്സോർബ്സ് ആൻഡ് കൺവേർട്ടഡ് ടു പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ റിയാക്ടന്റ് ഹീറ്റ് അബ്സോർബ് ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് മാറി. സ്വാഭാവികമായിട്ടും റിയാക്ടന്റിന്റെ എനർജി ഇത്രയുമാണെങ്കിൽ പ്രോഡക്റ്റിന്റെ എനർജി കൂടുതലായിരിക്കും. ദിസ് വിൽ ബി ദ എനർജി ഓഫ് പ്രോഡക്റ്റ്. ഇത്രയായിരിക്കും, കൂടുതലായിരിക്കും. എല്ലാവർക്കും അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. പാതിമയക്കത്തിലിരിക്കുന്ന കുട്ടികൾ ഇവിടെ ശ്രദ്ധിക്കണം. കമാൺ, ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുണ്ട്. നാളത്തെ ക്ലാസ് 7 മണി മുതൽ 8:30 വരെ അല്ല, മറിച്ച് 5:30 മുതൽ 7 വരെയാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, നാളത്തെ നമ്മുടെ ക്ലാസ് 5:30 to 7 ആണ്. പൂജ പ്രമാണിച്ചിട്ടാണ് അങ്ങനെ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. പുസ്തകം പൂജയ്ക്ക് വെക്കാനുള്ള സൗകര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ആരെങ്കിലും ഇന്നത്തെ ക്ലാസ് മിസ് ചെയ്തവരുണ്ടെങ്കിൽ, നിങ്ങളുടെ അറിവിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്നത്തെ ക്ലാസ് മിസ് ചെയ്തവരുണ്ടെങ്കിൽ അവരെ ദയവ് ചെയ്തൊന്ന് അറിയിക്കുക കേട്ടോ. സോ ദാറ്റ് ദേ ഡോണ്ട് മിസ് ദ ക്ലാസ് ടുമോറോ. പ്ലീസ് നോട്ട് ഡൗൺ. ആൻഡ് ഇഫ് എനിബഡി ഹു മിസ്ഡ് ഡ്യൂ ടു സം ടെക്നിക്കൽ റീസൺസ് ടുഡേ, കൈൻഡ്ലി സെൻഡ് എ മെസ്സേജ്. നാളെ 5:30 5:30 to 7 മണിയാണ് കേട്ടോ. ഓക്കെ, നോട്ട് ചെയ്തില്ലേ? ഫൈൻ, ഗുഡ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഗ്രാഫിന്റെ കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഐ തിങ്ക് എവരിബഡി മെയ്ഡ് എ നോട്ട് ഓൺ ടു ഇറ്റ്. ഇനി ഒരു ചോദ്യം കൂടെ ചോദിച്ച് ഞാൻ ആ ഗ്രാഫിന്റെ പരിപാടി ഒഴിവാക്കുകയാണ്. ആ ഗ്രാഫിന്റെ പരിപാടി നമുക്ക് ഒഴിവാക്കാം. വൺ മോർ ക്വസ്റ്റ്യൻ. ടെൽ മീ വിച്ച് പ്രോഡക്റ്റ് ഈസ് മോർ സ്റ്റേബിൾ? ഏത് പ്രോഡക്റ്റ് ആണ് മോർ സ്റ്റേബിൾ?
ഇവിടെ ആർ പി എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് ആർ ഡാഷ് പി ഡാഷ് എന്ന് കൊടുക്കാം. ആർ ഡാഷ് പി ഡാഷ് എന്ന് കൊടുക്കാം. ടെൽ മീ വിച്ച് പ്രോഡക്റ്റ് ഈസ് മോർ സ്റ്റേബിൾ? ഏതാണ് സ്റ്റേബിൾ പ്രോഡക്റ്റ്? പി ആണോ അതോ പി ഡാഷ് ആണോ? ഏത് പ്രോഡക്റ്റ് ആണ് മോർ സ്റ്റേബിൾ ഇൻ ജനറൽ? വർഷ 2, ആരതി പി ഡാഷ്, ജിനി 2. ഒരു സംശയവുമില്ല മക്കളെ, ഒരു സംശയവുമില്ല, പി ഡാഷ് ഈസ് മോർ സ്റ്റേബിൾ. സെക്കൻഡ്, എക്സോതെർമിക് പ്രോഡക്ട്സ് ആർ ഫൗണ്ട് ടു ബി പ്രിറ്റി മോർ സ്റ്റേബിൾ വെൻ കമ്പയർഡ്. എക്സോതെർമിക് പ്രോഡക്ട്സിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. സ്വാഭാവികം, അവരുടെ എനർജി കുറവാണ്. എനർജിയും സ്റ്റെബിലിറ്റിയും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. എനർജിയും സ്റ്റെബിലിറ്റിയും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. കേട്ടോ? കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. അപ്പൊ നമ്മൾ തെർമോഡൈനമിക്സിലെ വളരെ പ്രധാനപ്പെട്ട 2 ടെർമിനോളജിയാണ് ഇപ്പൊ പഠിച്ചത്. എന്താണ് എക്സോതെർമിക് റിയാക്ഷൻ, എന്താണ് എൻഡോതെർമിക് റിയാക്ഷൻ, അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്. ഒരുപക്ഷെ ഈ ചാപ്റ്ററിലെ ചർച്ചയും അതിലൂടെയാണ് പോകുന്നത്. ഈ ചാപ്റ്ററിലെ ചർച്ചയും അതിലൂടെയാണ് പോകുന്നത്. നോക്കൂ, എക്സോതെർമിക് റിയാക്ഷനില് ഹീറ്റ് റിലീസ് ചെയ്യപ്പെടുന്നു. ആ റിലീസ് ചെയ്ത ഹീറ്റ് എവിടുന്ന് വന്നു? അവിടേക്കാണ് നമ്മുടെ ചർച്ച പോകുന്നത്. റിലീസ് ചെയ്ത ഹീറ്റ് എവിടെ നിന്നാണ് വന്നത്? അതുപോലെ എൻഡോതെർമിക് റിയാക്ഷനിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടുന്നു. അബ്സോർബ് ചെയ്ത ഹീറ്റ് എവിടെ പോയി? ഇതൊക്കെയാണ് നമ്മുടെ ചർച്ച. When a heat is liberated during exothermic reaction, അത് ലിബറേറ്റ് ചെയ്തത് എവിടെ നിന്നാണ്, എവിടെ നിന്ന് വന്നു? എൻഡോതെർമിക് റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടുന്നു. അബ്സോർബ് ചെയ്ത ഹീറ്റ് എങ്ങോട്ട് പോയി? ഈ ചലനത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒബ്വിയസ്ലി ദ ഹെഡിങ് ഗിവൺ ഈസ് തെർമോഡൈനാമിക്സ്. അതിലെ പ്രധാനപ്പെട്ട 2 ടെർമിനോളജി നമ്മൾ പഠിച്ചു. കൂടുതൽ ടെർമിനോളജിയിലേക്ക് നമ്മുടെ യാത്ര തുടരുന്നു. കൂടുതൽ ടെർമിനോളജി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇനി പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ടേംസ് സിസ്റ്റം എന്ന് പറയും. സിസ്റ്റം. വാട്ട് ഈസ് മെന്റ് ബൈ സിസ്റ്റം? സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? സിസ്റ്റം സിസ്റ്റം എന്ന് വെച്ചാൽ എ റീജിയൻ അണ്ടർ ഒബ്സർവേഷൻ. A region under observation for some experimental purpose. എന്തെങ്കിലും എക്സ്പെരിമെന്റൽ പർപ്പസിന് വേണ്ടി നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു റീജിയനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റം. ഇപ്പൊ നമ്മൾ ലാബില് ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്ത് അതിൽ എന്തെങ്കിലും ഒരു റിയാക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ആ ടെസ്റ്റ് ട്യൂബും അതിനകത്തുള്ള മാറ്ററുമാണ്. നമ്മളൊരു എന്തെങ്കിലും ഒരു റിയാക്ഷൻ നമ്മൾ ലാബിൽ ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഒരു റിയാക്ഷൻ കണ്ടക്ട് ചെയ്യുന്നുവെങ്കിൽ ആ ടെസ്റ്റ് ട്യൂബും അതിൽ ഉൾപ്പെട്ട മാറ്ററിനെയും എല്ലാം കൂടെ വിളിക്കുന്ന പേരാണ് സിസ്റ്റം. സിസ്റ്റം ഈസ് എ റീജിയൻ അണ്ടർ ഒബ്സർവേഷൻ. റൈറ്റ്? സിസ്റ്റം ഈസ് എ റീജിയൻ അണ്ടർ ഒബ്സർവേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ റിയാക്ഷൻ നടക്കുന്ന സ്ഥലം എങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബ്, അതിനകത്ത് ഒരു മാറ്റർ ഉണ്ടെന്ന് കരുതുക. ആൻഡ് വി ആർ കണ്ടക്ടിങ് എ റിയാക്ഷൻ. ഇതിന് വിളിക്കുന്ന പേരാണ് സിസ്റ്റം. ദിസ് ഈസ് കോൾഡ് സിസ്റ്റം. അപ്പോ അതിന്റെ പുറത്തുള്ള സ്ഥലത്തെ എന്ത് വിളിക്കും? സറൗണ്ടിങ്സ് എന്ന് വിളിക്കും. സറൗണ്ടിങ്സ്. സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. സറൗണ്ടിങ്സ് എന്ന് വെച്ചാൽ അതർ ദാൻ സിസ്റ്റം ആൻഡ് സിസ്റ്റം ബൗണ്ടറി. എ റീജിയൻ other than system and system boundary. A region other than
system and system boundary. That is called surroundings. ശ്രദ്ധിക്കണം, surroundings will be in the close vicinity of the system. സിസ്റ്റത്തിന്റെ ഏറ്റവും അടുത്തുള്ള ഭാഗത്തെയാണ് സറൗണ്ടിങ്സ് എന്ന് പറയുക. സറൗണ്ടിങ്സിൽ നിന്നാണ് സിസ്റ്റത്തിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. സറൗണ്ടിങ്സിൽ നിന്നാണ് സിസ്റ്റത്തിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഇപ്പൊ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുന്നത് സറൗണ്ടിങ്സ് ആണ്. സിസ്റ്റം റിലീസ് ചെയ്യുന്ന ഹീറ്റ് പോകുന്നത് സറൗണ്ടിങ്സിലേക്കാണ്. ആൻഡ് walls of the test tube called system boundary. ഇവിടെ ടെസ്റ്റ് ട്യൂബിന്റെ വാൾസിനെ എന്ത് വിളിക്കാം? ടെസ്റ്റ് ട്യൂബിന്റെ ആ ഫിസിക്കൽ വാൾ ഉണ്ടല്ലോ, അതിനെ എന്ത് വിളിക്കാം? സിസ്റ്റം ബൗണ്ടറി എന്ന് പറയും. സിസ്റ്റത്തെയും സറൗണ്ടിങ്സിനെയും വേർതിരിക്കുന്ന ആ ഭാഗമാണ് സിസ്റ്റം ബൗണ്ടറി. സിസ്റ്റം ബൗണ്ടറി. And there is a term universe. There is a term universe. എന്താ യൂണിവേഴ്സ് എന്ന് വെച്ചാൽ സിസ്റ്റം പ്ലസ് സറൗണ്ടിങ്സ്. ദാറ്റ് ഈസ് കോൾഡ് യൂണിവേഴ്സ്. സിസ്റ്റവും സറൗണ്ടിങ്സും ഉൾപ്പെടുന്നതിനെ യൂണിവേഴ്സ് എന്ന് പറയും. സിസ്റ്റവും സറൗണ്ടിങ്സും ഉൾപ്പെടുന്നതിനെ യൂണിവേഴ്സ് എന്ന് പറയും. ഇതെല്ലാം തെർമോഡൈനമിക്സിലെ ബേസിക് ടെർമിനോളജിയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ എക്സോതെർമിക് എന്താണെന്ന് പറഞ്ഞു, എൻഡോതെർമിക് എന്താണെന്ന് പറഞ്ഞു, സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു, സറൗണ്ടിങ്സ് എന്താണെന്ന് പറഞ്ഞു, യൂണിവേഴ്സ് എന്താണെന്ന് പറഞ്ഞു, സിസ്റ്റം ബൗണ്ടറി എന്താണെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ റെസ്പോൺസ് നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഐ വിൽ കം ബാക്ക് ടു ഈവൺ ഞാൻ ഫോർവേഡ് ചെയ്ത് പോയെങ്കിൽ പോലും, ടോപ്പിക്ക് മുന്നോട്ട് പോയെങ്കിൽ പോലും പ്രീവിയസ് ടോപ്പിക്കിലെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ആ റെസ്പോൺസ് വരുമ്പോൾ ഞാൻ അപ്പൊ തന്നെ തിരിച്ചു പോയി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമുക്ക് പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് സിസ്റ്റംസ് ആണ്. ടൈപ്സ് ഓഫ് സിസ്റ്റംസ്. സിസ്റ്റംസ് 3 തരത്തിലുണ്ട്. ടൈപ്സ് ഓഫ് സിസ്റ്റംസ്. ടൈപ്സ് ഓഫ് സിസ്റ്റംസ്. There are 3 types of systems. ഒന്ന് ഓപ്പൺ സിസ്റ്റം എന്ന് പറയും. ഓപ്പൺ സിസ്റ്റം. 2 ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയും. ക്ലോസ്ഡ് സിസ്റ്റം. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ അറിയുന്നതാണ്. ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് കരുതുക. അല്ല, അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തവർക്ക് ഇതൊക്കെ പുതിയ കാര്യങ്ങളായിരിക്കാം. അപ്പോ ഡു അക്കോർഡിംഗ്ലി. ആൻഡ് തേർഡ് വൺ കോൾഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റം. സിസ്റ്റം 3 ടൈപ്പിലാണ്. ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഇപ്പോ ഞാൻ നേരത്തെ വരച്ചതുപോലെ ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ട്, അതിലൊരു മാറ്റർ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു റിയാക്ഷൻ കണ്ടക്ട് ചെയ്യുന്നു. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഓപ്പൺ സിസ്റ്റം. എന്താ ഓപ്പൺ സിസ്റ്റത്തിന്റെ പ്രത്യേകത? നിങ്ങൾക്ക് ഇതിലേക്ക് മാറ്റർ ട്രാൻസാക്ഷൻ നടത്താം. മാറ്റർ ഇതിലേക്ക് ആഡ് ചെയ്യാം, മാറ്റർ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിലേക്ക് മാറ്റർ ആഡ് ചെയ്യാം, ഇതിൽ നിന്ന് മാറ്റർ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇതിലേക്ക് ഹീറ്റ് ആഡ് ചെയ്യാം, ഇതിൽ നിന്ന് ഹീറ്റ് റിമൂവ് ചെയ്യാം. ഇതിലേക്ക് ഹീറ്റ് ആഡ് ചെയ്യാം, ഇതിൽ നിന്ന് ഹീറ്റ് റിമൂവ് ചെയ്യാം. ഇതിനെ ചൂടാക്കാം, തണുപ്പിക്കാം. ഇത്തരം ഒരു സിസ്റ്റത്തെയാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുക. ഓപ്പൺ സിസ്റ്റത്തിന്റെ പ്രത്യേകത, യു ക്യാൻ ട്രാൻസാക്ട് മാസ് ആൻഡ് എനർജി. മാറ്ററും ട്രാൻസ്ഫർ ചെയ്യാം, എനർജിയും ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ഓഫ് ബോത്ത് മാറ്റർ ആൻഡ് എനർജി പോസിബിൾ. അത്തരം സിസ്റ്റത്തിന് വിളിക്കുന്ന പേരാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് ബോത്ത് matter and energy are possible. Munawir Muhammad, sir, when a reaction take place in a place like a table and not in a beaker or vessel, then what will be the boundary? അവിടെയാണ് ബൗണ്ടറിയുടെ ഡെഫിനിഷന് പ്രാധാന്യം വരുന്നത്. എ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്
are separated by a real or imaginary boundary. ബൗണ്ടറി എപ്പോഴും റിയൽ ആവണമെന്ന് നിർബന്ധമില്ല. മുനാവിർ മുഹമ്മദ്, it is not necessary that a boundary should be a real boundary. It can be a real or imaginary boundary which separate system and surroundings. I hope it's clear to you. If you are conducting a reaction in a beaker, walls of the beaker forms a real boundary. Or if you are doing something else without a real boundary, there you can assume a imaginary boundary. Clear ano ganna? Is it clear? Yes. So coming to open system, where there is transfer of both matter and energy are possible. And now we have a closed system. A closed system, a simple understanding will be, imagine you have such a test tube again and you are doing some reaction and you are closing this using a cork. അതിനെ ഒരു കോർക്ക് ഇട്ട് അടച്ചു വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. Therefore, transfer of matter is restricted. ഇവിടെ എന്താ പ്രത്യേകത? മാറ്റർ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ഇതിലേക്ക് മാറ്റർ ആഡ് ചെയ്യുകയോ ഇതിൽ നിന്ന് മാറ്റർ റിമൂവ് ചെയ്യുകയോ ചെയ്യുന്നില്ല. യു ആർ നോട്ട് ഇന്റൻഡഡ് ടു ആഡ് മാറ്റർ ടു ദ സിസ്റ്റം. യു ആർ നോട്ട് ഇന്റൻഡഡ് ടു റിമൂവ് എനിവൺ ടു എസ്കേപ്പ് ഫ്രം ദ സിസ്റ്റം. മാറ്ററിന്റെ ട്രാൻസ്ഫർ restricted ആണ്. But heat transfer is possible. You can heat the system, you can cool the system. You can give heat to the system, you can remove heat from the system. അത്തരം സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയും. So when both matter and energy are transferable, it is called open system. When only energy is transferable, not matter, that is called a closed system. Then what is isolated system? Example, a thermos flask. And now it is easy to understand. You have a thermo flask like system. Imagine it is closed and it is having a thermal insulation through the walls. It is having a thermal insulation through the walls. ഇങ്ങനെ ഇരിക്കുന്നു. Where transfer of both matter and energy are restricted. മാറ്ററും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, എനർജിയും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അത്തരം ഒരു സിസ്റ്റത്തെ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയാം. ഐസൊലേറ്റഡ് സിസ്റ്റം. സോ ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, ക്ലിയർ ആണ് എങ്കിൽ try to give me an answer. Human body is an example for what type of system? നിങ്ങളുടെ ശരീരം ഓപ്പൺ സിസ്റ്റം ആണോ, ക്ലോസ്ഡ് സിസ്റ്റം ആണോ, ഐസൊലേറ്റഡ് സിസ്റ്റം ആണോ? Tell me. Human body is an example for open system, closed system, or isolated system. Come on. Pradeep Lakshan comments, it is closed system. Arju comments, isolated system. Shada comments, closed system. Arati, closed system. Varsha, isolated system. Abhinav, isolated system. Anugraha, isolated system. Arju, closed system. നേരത്തെ അവൻ ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞു, പിന്നെ മാറ്റി ക്ലോസ്ഡ് ആക്കി. I'm really sorry to say that there is no answer. It is open system.
എടാ ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ ചത്തുപോകും, ജീവിക്കാൻ പറ്റത്തില്ല. നല്ലോണം ചിന്തിക്ക്. How come your body is a closed system? How dare you say it is isolated system? Every living system, human body മാത്രമല്ല കേട്ടോ, ഹ്യൂമൻ ബോഡി മാത്രമല്ല, എല്ലാ ലിവിങ് സിസ്റ്റംസും മാറ്റർ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, എനർജിയും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ ക്ലാസിക് എക്സാമ്പിൾ ഫോർ ഓപ്പൺ സിസ്റ്റം. അല്ലാതെ എങ്ങനെയാണോ ജീവിക്കുക? ഇറ്റ് ഈസ് ഓപ്പൺ സിസ്റ്റം. ഹൗ ക്യാൻ ഇറ്റ് ബി എ ക്ലോസ്ഡ് സിസ്റ്റം? നിങ്ങളുടെ ശരീരം ക്ലോസ്ഡ് സിസ്റ്റം? കൊള്ളാം. All living system, not only human body, all living systems, an example for open system. It is transferring both matter and energy. മാറ്ററിന്റെ ട്രാൻസ്ഫറും നടക്കുന്നുണ്ട്, എനർജിയുടെ ട്രാൻസ്ഫറും നടക്കുന്നുണ്ട്. ഇറ്റ്സ് an example for open system, all living systems. നല്ലോണം ആലോചിക്കുക. I don't have to explain further. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഐ ഡോണ്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ. ഗുഡ്. നല്ലോണം ചിന്തിക്കുക. യെസ്. സോ ദാറ്റ്സ് അബൌട്ട് ടൈപ്പ് ഓഫ് സിസ്റ്റംസ്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു, സറൗണ്ടിങ്സ് എന്താണെന്ന് പറഞ്ഞു, സിസ്റ്റം ബൗണ്ടറിയെ കുറിച്ച് പറഞ്ഞു, ടൈപ്സ് ഓഫ് സിസ്റ്റംസ് പറഞ്ഞു. കേട്ടോ? ഇനി എന്താണ് അടുത്തത്? കഴിഞ്ഞില്ല, കുറേ ടെർമിനോളജി പഠിക്കാനുണ്ട് കേട്ടോ. അടുത്തത് പാരാമീറ്റേഴ്സ്. നെക്സ്റ്റ് പാരാമീറ്റേഴ്സ്. പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ മെഷറബിൾ പ്രോപ്പർട്ടീസ്. കേട്ടോ? മെഷറബിൾ പ്രോപ്പർട്ടീസ് ആർ കോൾഡ് പാരാമീറ്റേഴ്സ്. മെഷറബിൾ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുക. മെഷറബിൾ പ്രോപ്പർട്ടീസ്, മാസ്, ലെങ്ത്, ടൈം, പ്രഷർ, വോള്യൂം, ഇതെല്ലാം പാരാമീറ്റേഴ്സ് ആണ്. ഓൾ ദീസ് ആർ മെഷറബിൾ പ്രോപ്പർട്ടീസ്. അതിൽ തന്നെ 2-3 കാറ്റഗറി ഉണ്ട്. ഒന്ന് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയും. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ്. 2 ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയും. ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. പിന്നൊന്ന് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്. പിന്നൊന്ന് മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ അറിയണം. എന്താണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ്? എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്? എന്താണ് മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി? എന്താണ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി? ഇതൊക്കെ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. എനിബഡി, ആരെങ്കിലും അറിയാമെങ്കിൽ പറയാം. വാട്ട് ഈസ് മെൻ ബൈ എക്സ്റ്റൻസീവ്? വാട്ട് ഈസ് മെൻ ബൈ ഇന്റൻസീവ്? വാട്ട് ഈസ് മെൻ ബൈ മാക്രോസ്കോപ്പിക്? വാട്ട് ഈസ് മെൻ ബൈ മൈക്രോസ്കോപ്പിക്? എക്സ്റ്റൻസീവ് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല കേട്ടോ. ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ കേട്ടിട്ടുണ്ടോ എനിക്ക് അറിയില്ല. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ ദോസ് പ്രോപ്പർട്ടീസ് which depends on amount of matter present. Those properties which depends on amount of matter present. അതിന് വിളിക്കുന്ന പേരാണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ്. ഇപ്പൊ വെയിറ്റ്, മാസ്, വോള്യൂം, ഇതെല്ലാം എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. മാസ്, വോള്യൂം, ഇതൊക്കെ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. നിങ്ങൾ ഒരു മാറ്റർ എടുത്തു, അതിന്റെ മാസ് 1 കിലോഗ്രാം ആണെന്ന് വിചാരിക്കാം. അതേ തന്നെ ഡബിൾ ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ മാസ് 2 കിലോഗ്രാം ആയിരിക്കും. ഒരു കപ്പിൽ വെള്ളം എടുത്തു, അത് 1 ലിറ്റർ ആണെന്ന് വിചാരിക്കാം. 2 കപ്പ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ, ഒരു വലിയ പാത്രത്തിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ 2 കപ്പ് ഉണ്ടെങ്കിൽ 2 ലിറ്റർ ആയി. എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്, അതാണ്
എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. കുറച്ച് വെള്ളം എടുത്തു, അത് ഒരു 2 ലിറ്റർ ആണ്. കൂടുതൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ വോള്യൂം കൂടി. മനസ്സിലായില്ലേ? വോള്യൂം ഈസ് എ പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പ്രസന്റ്. ഇപ്പൊ നിങ്ങൾ എടുത്തിരിക്കുന്ന പഞ്ചസാര 1/2 കിലോ, അതിന്റെ ഡബിൾ ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ 1 കിലോ ആയി. അതിന്റെ ഒരു 5 ടൈംസ് എടുത്തു കഴിഞ്ഞാൽ 5 കിലോ ആയി. ലൈക്ക് ദാറ്റ്. സോ മാസ്, വെയിറ്റ്, വോള്യൂം എക്സെട്ര ആർ extensive properties. Those property which depends on quantity of matter present. Exactly. Extensive. അപ്പൊ intensive എന്ന് വെച്ചാൽ എന്താണ്? Those properties which is independent on amount of matter present. അതിന് വിളിക്കുന്ന പേരാണ് ഇന്റൻസീവ് എന്ന് പറയുന്നത്. ഡെൻസിറ്റി ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. മാസ്, വോള്യൂം എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഡെൻസിറ്റി ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. മനസ്സിലായില്ലേ? ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്താലും ഒരു വലിയ ബക്കറ്റിൽ വെള്ളം എടുത്താലും രണ്ടിന്റെയും ഡെൻസിറ്റി സെയിം ആയിരിക്കും. പക്ഷെ രണ്ടിന്റെയും മാസ് ഡിഫറെന്റ് ആയിരിക്കും, വോള്യൂം ഡിഫറെന്റ് ആയിരിക്കും. രണ്ടിന്റെയും ഡെൻസിറ്റി സെയിം ആയിരിക്കും. ഒരു ചെറിയ അയൺ പീസ് എടുക്കുക, അതിന്റെ തന്നെ ഒരു വലിയ അയൺ ബ്ലോക്ക് എടുക്കുക. രണ്ടിന്റെയും വലിപ്പം വ്യത്യാസമുണ്ട്, സൈസ് വ്യത്യാസമുണ്ട്, മാസ് വ്യത്യാസമുണ്ട്, വോള്യൂം വ്യത്യാസമുണ്ട്. പക്ഷെ രണ്ടിന്റെയും ഡെൻസിറ്റി സെയിം ആയിരിക്കും, രണ്ടും ഒരേ മാറ്റർ ആണെങ്കിൽ. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇന്റൻസീവ് ആണ്. അത് ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിനനുസരിച്ച് മാറുന്നതല്ല. മാസ്, വോള്യൂം എല്ലാം എക്സ്റ്റൻസീവ് ആണ്. ഇത് പഠിച്ചിട്ടുള്ളവർ ഓക്കെ, പഠിച്ചിട്ടില്ലാത്തവർ അറിയുക. അതിൽ രസകരമായിട്ടുള്ള ഒബ്സർവേഷൻ, ഇപ്പോ മാസ് എക്സ്റ്റൻസീവ് ആണ്, വോള്യൂം എക്സ്റ്റൻസീവ് ആണ്, ഡെൻസിറ്റി ഇന്റൻസീവ് ആണ്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോള്യൂം. നോക്കടാ, 2 എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസിന്റെ റേഷ്യോ എപ്പോഴും ഇന്റൻസീവ് ആയിരിക്കും. അതൊരു രസകരമായിട്ടുള്ള ഒബ്സർവേഷൻ ആണ്. 2 എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസിന്റെ റേഷ്യോ എല്ലായ്പ്പോഴും ഇന്റൻസീവ് ആയിരിക്കും. ഡെൻസിറ്റി ഇന്റൻസീവ് ആണ്, സർഫസ് ടെൻഷൻ ഇന്റൻസീവ് ആണ്, വിസ്കോസിറ്റി ഇന്റൻസീവ് ആണ്. അങ്ങനെ എമൗണ്ട് ഓഫ് മാറ്റർ അനുസരിച്ച് മാറാത്ത പ്രോപ്പർട്ടീസ് എല്ലാം ഇന്റൻസീവ് ആണ്. എമൗണ്ട് ഓഫ് മാറ്ററിനനുസരിച്ച് മാറുന്ന പ്രോപ്പർട്ടീസ് എല്ലാം എക്സ്റ്റൻസീവ് ആണ്. എല്ലാവരും നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. Now what is macroscopic? What is microscopic? മാക്രോസ്കോപ്പിക് എന്ന് വെച്ചാൽ എന്താണ്? മൈക്രോസ്കോപ്പിക് എന്ന് വെച്ചാൽ എന്താണ്? മാക്രോസ്കോപ്പിക് എന്ന് വെച്ചാൽ പ്രോപ്പർട്ടി മെഷേർഡ് ഫോർ എ ബൾക്ക് ഓഫ് മാറ്റർ. പ്രോപ്പർട്ടി ഫോർ ബൾക്ക് ഓഫ് മാറ്റർ. പ്രോപ്പർട്ടി ഫോർ ബൾക്ക് ഓഫ് മാറ്റർ, അതിന് വിളിക്കുന്ന പേരാണ് മാക്രോസ്കോപ്പിക് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു മാറ്റർ ഉണ്ട്, അതിന്റെ മാസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു, അതിന്റെ വോള്യൂമിനെ കുറിച്ച് സംസാരിക്കുന്നു. മനസ്സിലായില്ലേ? അത്തരം അതിന്റെ സർഫസ് ടെൻഷനെ കുറിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അത്തരം പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. ഇതൊക്കെ മാക്രോസ്കോപ്പിക് ആണ്. അതേസമയം അതിന്റെ മൈക്രോസ്കോപ്പിക് ലെവലിലേക്കുള്ള ചർച്ച വരികയാണെന്ന് വിചാരിക്കുക. ലൈക്ക് ബോണ്ട് ആംഗിൾ, അല്ലെങ്കിൽ ബോണ്ട് ലെങ്ത്, അല്ലെങ്കിൽ കോവാലന്റ് റേഡിയസ്, വാൻഡർവാൾ റേഡിയസ്, ഇങ്ങനെയുള്ള ചർച്ചകൾ വരുന്നു എന്ന് വിചാരിക്കാം. ഒരു ആറ്റത്തിന്റെ, ഒരു മോളിക്യൂളിന്റെ, ഒരു അയോണിന്റെ, അതിന്റെ ഡയമെൻഷൻസിനെ കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ അതിനെ നമ്മൾ മൈക്രോസ്കോപ്പിക് എന്ന് പറയും. മൈക്രോസ്കോപ്പിക് ലെവൽ ഓഫ് ഡിസ്കഷൻ. ബോണ്ട് ആംഗിൾ മൈക്രോസ്കോപ്പിക് ആണ്, ബോണ്ട് ലെങ്ത് മൈക്രോസ്കോപ്പിക് ആണ്. ഒരു ആറ്റത്തിന്റെ റേഡിയസ് പറയുമ്പോൾ കോവലന്റ് റേഡിയസ്, വാൻഡർവാൾ റേഡിയസ്, മെറ്റാലിക് റേഡിയസ്, ഇതൊക്കെ മൈക്രോസ്കോപ്പിക് ആണ്. മനസ്സിലായില്ലേ? സോ ആസ് എ ഹോൾ ഓഫ് മാറ്റർ ഒരു പ്രോപ്പർട്ടി പറയുമ്പോൾ മാക്രോസ്കോപ്പിക് എന്ന് പറയും. ഒരു മോളിക്യൂളിനെ കുറിച്ച്, ഒരു ആറ്റത്തെ കുറിച്ച്, ഒരു അയോണിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മൈക്രോസ്കോപ്പിക് എന്ന് പറയും. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ.
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയണേ. ഐ ആം കണ്ടിന്യൂസ്ലി കീപ്പിംഗ് എ ഐ ഓൺ യുവർ മെസ്സേജസ്. ക്ലിയർ ആണ്? യെസ്. അപ്പൊ ഇപ്പൊ നമ്മുടെ ചർച്ചയിൽ എന്തൊക്കെ കടന്നു വന്നു ഒന്ന് പറയാ. എക്സോതെർമിക് റിയാക്ഷൻ, എൻഡോതെർമിക് റിയാക്ഷൻ, സിസ്റ്റം, സറൗണ്ടിങ്, സിസ്റ്റം ബൗണ്ടറി, യൂണിവേഴ്സ്, ടൈപ്സ് ഓഫ് സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം, പിന്നെ parameters, properties, measurable properties, microscopic properties, macroscopic properties, intensive properties, extensive properties. ഇനി എന്താ അടുത്തത് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതാണ് അടുത്ത ടേം. സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് മെന്റ് ബൈ സ്റ്റേറ്റ്? State is the condition of a system. State is the condition of a system defined by the parameters. State is the condition of a system defined by parameters. ഇപ്പൊ നമ്മൾ പലതരത്തിലുള്ള നമ്മൾ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ? ഇപ്പൊ പ്രോബ്ലംസിൽ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം പറയുന്നു. 1 liter water taken in a vessel and heated from a temperature 10 degrees Celsius to എന്നും പറഞ്ഞ് അങ്ങനെ പറയുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ വായിച്ച ആ ഒരു ഫ്രേസ് ഉണ്ടല്ലോ, എന്തോ ഒരു ചോദ്യം. ആ ചോദ്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: 1 liter water taken in a vessel and heated strongly from the temperature 10 degree to എന്ന് പറഞ്ഞ അങ്ങനെ പോകുന്ന ഒരു ചോദ്യം. ഇപ്പോ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഇത് സ്റ്റേറ്റ് എന്ന് പറയും. ഇതിനെയാണ് സ്റ്റേറ്റ് എന്ന് പറയുക. ആ സെന്റൻസിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്? ഒരു പാത്രത്തില് 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിന്റെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 10 ഡിഗ്രിയാണ്. അതിനെ നമ്മൾ ചൂടാക്കുന്നു. അത് നമുക്ക് തരുന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ആ ഇൻഫർമേഷനെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയും. സ്റ്റേറ്റ്. അല്ലെങ്കിൽ വേറൊരു പ്രോബ്ലം: 1 mole of a gas taken at a pressure 2 atm pressure having volume this much. അങ്ങനെ ഒരു കമന്റ്. 1 mole oxygen gas. ഒരു ഗ്ലാസ് ബൾബില് ഒരു ഗ്യാസ് എടുത്തിട്ടുണ്ട്. അതിന്റെ പ്രഷർ P1, വോള്യൂം V1, ടെമ്പറേച്ചർ T1, നമ്പർ ഓഫ് മോൾസ് N1. ഇതിനെയാണ് ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് വാട്ട് കോൾഡ് സ്റ്റേറ്റ്. സ്റ്റേറ്റ് മീൻസ് കണ്ടീഷൻ ഓഫ് എ സിസ്റ്റം ഡിഫൈൻഡ് ബൈ പാരാമീറ്റേഴ്സ്. ആരൊക്കെയാ പാരാമീറ്റേഴ്സ്? ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് പ്രഷർ, വോള്യൂം, ടെമ്പറേച്ചർ, മാസ്, നമ്പർ ഓഫ് മോൾസ്. ഇതെല്ലാം നമ്മൾ കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ്. ആ പാരാമീറ്റേഴ്സിലൂടെ ഒരു സിസ്റ്റത്തെ വിശദീകരിക്കുമ്പോൾ അതിനെ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോബ്ലം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. എന്താ? ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക കേട്ടോ. ധാരാളം അത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2 liter glass bulb contain oxygen gas at a pressure of 1 atm and a temperature 298 Kelvin എന്നും പറഞ്ഞ് തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്? ബൾബിന്റെ വോള്യൂം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഏത് ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അതിന്റെ ടെമ്പറേച്ചർ എത്രയാന്ന് പറയുന്നുണ്ടോ? ഉണ്ട്. അതിന്റെ പ്രഷർ എത്രയാന്ന് പറയുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളിലൂടെ നമുക്ക് ആ സിസ്റ്റത്തെ കുറിച്ച് ഒരു പിക്ചർ തരുകയാണ്. അതിന് പറയുന്ന പേരാണ് സ്റ്റേറ്റ്. അതാണ് സ്റ്റേറ്റ്. സ്റ്റേറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ കണ്ടീഷൻ ഡിഫൈൻഡ് ബൈ പാരാമീറ്റേഴ്സ്. ഒരു സിസ്റ്റത്തിന്റെ കണ്ടീഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിനെ സ്റ്റേറ്റ് എന്ന് പറയും. സ്റ്റേറ്റ്. അപ്പൊ ഇതൊരു സ്റ്റേറ്റ് ആണ്, സ്റ്റേറ്റ് 1. അപ്പൊ നമ്മളൊരു പ്രോസസ് നടന്നു, ഇത് വേറൊരു സ്റ്റേറ്റിലേക്ക് എത്തി. പ്രഷർ P1 എന്തായിട്ട് മാറി? P2 ആയിട്ട് മാറി. V1 എന്തായിട്ട് മാറി? V2 ആയിട്ട് മാറി.
T1 എന്തായി? T2 ആയി. N1 മാറി അല്ലെങ്കിൽ മാറിയില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. എല്ലാ പാരാമീറ്ററും മാറണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എല്ലാ പാരാമീറ്ററും വാല്യൂ മാറണം എന്ന് നിർബന്ധമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഒരു പാരാമീറ്റർ വാല്യൂ മാറിയാൽ മതി. വി സേ ഇറ്റ്സ് എ ന്യൂ സിസ്റ്റം, ഐ മീൻ ന്യൂ സ്റ്റേറ്റ്. ഇത് സ്റ്റേറ്റ് 1, ഇത് സ്റ്റേറ്റ് 2. നോട്ട് നെസസറിലി ഓൾ പാരാമീറ്റേഴ്സ് ഷുഡ് ചേഞ്ച്. എല്ലാ പാരാമീറ്ററും പ്രഷർ മാറണം, വോള്യൂം മാറണം, ടെമ്പറേച്ചർ മാറണം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഒരൊറ്റ ഒന്ന് മാറിയാലും മതി, ഒരൊറ്റ പ്രോപ്പർട്ടി മാറിയാൽ മതി. വി സേ ദാറ്റ് ഇറ്റ്സ് എ ന്യൂ സ്റ്റേറ്റ്. ഇതിനെ സ്റ്റേറ്റ് 1 എന്ന് പറയും, ഇതിനെ സ്റ്റേറ്റ് എന്ന് പറയും, സ്റ്റേറ്റ് 2 എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2 ആയിട്ട് മാറുന്നത്? ബൈ ചേഞ്ചിങ് എനി വൺ ഓഫ് ദ പാരാമീറ്റർ അറ്റ്ലീസ്റ്റ്. അപ്പൊ 2 മാറാമോ? ആവാം. 3 മാറാമോ? ആവാം. അതാവാം. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. മിനിമം ഒരു പാരാമീറ്ററിന്റെ വാല്യൂ മാറിയാൽ നമ്മൾ പറയും സ്റ്റേറ്റ് മാറി എന്ന് പറയും. ഇതിനെ സ്റ്റേറ്റ് 1 എന്നും ഇതിനെ സ്റ്റേറ്റ് 2 എന്നും പറയും. സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അവസ്ഥ, സ്റ്റേറ്റ് എന്ന് വെച്ചാൽ കണ്ടീഷൻ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്റ്റേറ്റ് ഈ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്ന ഇത്തരം പാരാമീറ്റേഴ്സിന് വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയും. സ്റ്റേറ്റ് വേരിയബിൾസ് or state functions. State variables or state functions. എന്താ state variables? Those variables depends on initial and final state of the system. ഒരു സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ ഫൈനൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾസിന് പറയുന്ന പേരാണ് സ്റ്റേറ്റ് വേരിയബിൾസ്. Those variables which depends on state of system. Those variables which depends on state of the system. സ്റ്റേറ്റ് മാറിയാൽ ആ വേരിയബിൾ മാറും, അല്ലെങ്കിൽ ആ വേരിയബിൾ മാറിയാൽ സ്റ്റേറ്റ് മാറി. രണ്ടും മ്യൂച്വലി റിലേറ്റഡ് ആണ്. സ്റ്റേറ്റ് മാറിയാൽ വേരിയബിൾ മാറി, വേരിയബിൾ മാറിയാൽ സ്റ്റേറ്റ് മാറി. അതിനെയാണ് സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് വേരിയബിൾസ് ഓർ സ്റ്റേറ്റ് ഫങ്ഷൻസ്. സ്റ്റേറ്റ് ഫങ്ഷൻസ് ഡിപ്പെൻഡ്സ് ഓൺ the initial and final state only. They depends on the initial and final state only. പ്രഷർ, ടെമ്പറേച്ചർ, വോള്യൂം, ഇതെല്ലാം സ്റ്റേറ്റ് വേരിയബിൾസ് ആണ്. അതുപോലെ നമ്മൾ തുടർന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന കുറെ ടേംസ് ഉണ്ട്. ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ജിപ്സ് എനർജി, അങ്ങനെ കുറെ ടേംസ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ചിലവരൊക്കെ ഈ ടേംസ് ഒക്കെ കേട്ട് പരിചയം കാണും. ഇതെല്ലാം സ്റ്റേറ്റ് വേരിയബിൾസ് ആണ്. തുടർന്ന് വരാൻ പോകുന്ന ടേംസ് ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ജിപ്സ് എനർജി, ഇങ്ങനെ കുറെ ടേംസ് ഉണ്ട്. ഇതെല്ലാം സ്റ്റേറ്റ് വേരിയബിൾസ് ആണ് കേട്ടോ. മീൻ വൈൽ യു ഹാവ് 2 other വേരിയബിൾസ്. അതിനെ തെർമോഡൈനമിക് വേരിയബിൾസ് എന്ന് പറയാം. തെർമോഡൈനമിക് വേരിയബിൾസ് ഓർ ഇറ്റ് ഈസ് കോൾഡ് പാത്ത് ഡിപ്പെൻഡന്റ് വേരിയബിൾസ്. പാത്ത് ഡിപ്പെൻഡന്റ് വേരിയബിൾസ് അത് 2 എണ്ണമാണ്. ഒന്ന് ഹീറ്റ് ട്രാൻസ്ഫേർഡ്, heat transferred represented by Q. 2 work done represented by W. ഇവരെ നമ്മൾ വിളിക്കുന്നത് പാത്ത് ഡിപ്പെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയും. പാത്ത് ഡിപ്പെൻഡന്റ് വേരിയബിൾസ്. ഇവരെ നമ്മൾ വിളിക്കുന്നത് പാത്ത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നാണ്. പാത്ത് ഇൻഡിപെൻഡന്റ്
variable. So state variables are called path independent variable. Path എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ നടക്കുന്ന റൂട്ട്. പാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഒരു റിയാക്ഷൻ നടക്കുന്ന റൂട്ട്, അതാണ് പാത്ത് എന്ന് ഉദ്ദേശിച്ചത്. സോ പാത്ത് ഇൻഡിപെൻഡന്റ് ആണ് സ്റ്റേറ്റ് വേരിയബിൾസ്. They depends on only the initial and final state of the system. They depends on state of the system. While the two terms, ഏതൊക്കെയാ? രണ്ട് parameters, heat transferred and work done, they are called path dependent variables. Path dependent variables. ഇതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം? ഈ വ്യത്യാസം എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം? ഈ വ്യത്യാസം ഇത് എല്ലാവരും നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഈ പാത്ത് ഡിപ്പെൻഡന്റ്, പാത്ത് ഇൻഡിപെൻഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നോക്കൂ, നിങ്ങളുടെ കയ്യിൽ ഒരു പാത്രത്തില് കുറച്ച് വെള്ളമുണ്ട്. അതിന്റെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ, ഇതിനെ നമുക്ക് സ്റ്റേറ്റ് 1 എന്ന് വിളിക്കാം. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അത് ടെമ്പറേച്ചർ 60 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറിയിരിക്കുന്നു. ആൻഡ് ദിസ് ഈസ് ടെമ്പറേച്ചർ T1 ആൻഡ് ദിസ് ഈസ് ടെമ്പറേച്ചർ T2. ഇത് കോൾഡ് ആണ്, ഇത് ഹോട്ട് ആണ്. ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇത് സ്റ്റേറ്റ് 1 ആണെങ്കിൽ ഇത് സ്റ്റേറ്റ് 2 ആണ്. എങ്ങനെയാണ് സ്റ്റേറ്റ് മാറി എന്ന് മനസ്സിലായത്? സ്റ്റേറ്റ് മാറി എന്ന് എങ്ങനെയാ മനസ്സിലായത്? ടെമ്പറേച്ചർ എന്ന പാരാമീറ്റർ നോക്കിയപ്പോൾ മനസ്സിലായി സ്റ്റേറ്റ് മാറി എന്ന്. ഇറ്റ് ഈസ് ദ പാരാമീറ്റർ ടെമ്പറേച്ചർ വിച്ച് ഈസ് ടെല്ലിംഗ് അസ് ദ സ്റ്റേറ്റ് ഹാസ് ചേഞ്ച്ഡ്. സ്റ്റേറ്റ് 1 നിന്ന് 2 മാറി എന്ന് പറയുന്നു. ഇത് ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് ഫൈനൽ സ്റ്റേറ്റ് എന്ന് വിളിക്കാം. രണ്ട് വ്യത്യസ്ത സ്റ്റേറ്റ് ആണ്. ഇത് രണ്ടും വ്യത്യസ്ത സ്റ്റേറ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന പ്രോപ്പർട്ടി ടെമ്പറേച്ചർ ആണ്. ഐ എം സോറി. ടെമ്പറേച്ചർ ഈസ് എ സ്റ്റേറ്റ് വേരിയബിൾ വിച്ച് ടെൽ us there is a change in state. സ്റ്റേറ്റ് മാറി എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന വേരിയബിൾ ആണ് പ്രഷർ, വോള്യൂം, ടെമ്പറേച്ചർ എക്സെട്ര. അവരെ സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറയും. പാത്ത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയും. ഇനി എന്താണ് പാത്ത് ഡിപെൻഡന്റ് വേരിയബിൾ? പാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് കോസ് ഓഫ് ചേഞ്ച്. പാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോസ് ഓഫ് ചേഞ്ച്. എന്തുകൊണ്ട് സ്റ്റേറ്റ് 1, 2 ആയിട്ട് മാറി? സ്റ്റേറ്റ് 1 കോൾഡ് വാട്ടർ, സ്റ്റേറ്റ് 2 ഹോട്ട് വാട്ടർ ആയിട്ട് മാറി. എന്താണ് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം? അതിന് പറയുന്ന പേരാണ് പാത്ത് ഡിപെൻഡന്റ് വേരിയബിൾ. പറയൂ, എന്താ കാരണം? കോൾഡ് വാട്ടർ ഹോട്ട് ആയിട്ട് മാറി. എങ്ങനെ മാറി? വാട്ട് വാസ് ദ റീസൺ? വാട്ട് ഈസ് ദ കോസ് ഓഫ് ചേഞ്ച്? മാറി എന്ന് ടെമ്പറേച്ചർ നോക്കിയപ്പോൾ മനസ്സിലായി. ഈ ടെമ്പറേച്ചർ അങ്ങനെ മാറാനുണ്ടായ എക്സാക്ട്ലി ഹീറ്റ് ഈസ് ദ കോസ് ഓഫ് ചേഞ്ച്. നമ്മൾ ഇതിനെ ചൂടാക്കി, നമ്മൾ ഈ വെള്ളത്തിനെ ചൂടാക്കി, ഹീറ്റ് ആഡ് ചെയ്തു. ഹീറ്റ് ആഡ് ചെയ്തപ്പോ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 60 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കൂടി. So heat is a property which is cause of change. എന്ന് വെച്ചാൽ path dependent. എന്താ പാത്ത്? പാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കോസ് ഓഫ് ചേഞ്ച്. എന്തുകൊണ്ട് സിസ്റ്റം 1 നിന്ന് 2 മാറി? അത് വിശദീകരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഹീറ്റ് ട്രാൻസ്ഫേർഡ് വർക്ക് ഡൺ. മനസ്സിലായില്ലേ? ഇനി ആ ചേഞ്ച് വന്നത് മനസ്സിലാക്കുന്ന പ്രോപ്പർട്ടീസ് ആണ് സ്റ്റേറ്റ് വേരിയബിൾസ്. അപ്പോൾ ഇത് സ്റ്റേറ്റ് വേരിയബിൾ ആണ്, ഇത് പാത്ത് വേരിയബിൾ ആണ്. ഇത് പാത്ത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, ഇത് പാത്ത് ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു.
So temperature is state variable. Heat is path variable. Temperature നമുക്ക് പറഞ്ഞു തരുന്നത് സിസ്റ്റം സ്റ്റേറ്റ് മാറി എന്ന് പറഞ്ഞു തരും. എന്തുകൊണ്ട് മാറി എന്ന് പറഞ്ഞു തരുന്നത് ഹീറ്റ് ആണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഐ റിപ്പീറ്റ്, ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് മാറി എന്ന് പറഞ്ഞു തരുന്ന പാരാമീറ്റർ ടെമ്പറേച്ചർ. എന്തുകൊണ്ട് മാറി എന്ന് പറഞ്ഞു തരുന്ന പാരാമീറ്റർ ഹീറ്റ്. അപ്പോൾ ആദ്യത്തേതിനെ പാത്ത് ഇൻഡിപെൻഡന്റ് എന്ന് പറയും, രണ്ടാമത്തേതിനെ പാത്ത് ഡിപെൻഡന്റ് എന്ന് പറയും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ മക്കളെ. എനി കോൺസെപ്ച്വൽ ക്ലാരിറ്റി? ക്ലിയർ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. What is the difference between heat and temperature? Heat എനർജിയാണ്, ടെമ്പറേച്ചർ അതിന്റെ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ആണ് ടെമ്പറേച്ചർ. ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ആണ് ടെമ്പറേച്ചർ. ഒരു തണുത്ത വസ്തുവിനെയും ചൂടുള്ള വസ്തുവിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ടെമ്പറേച്ചർ. ആ തണുത്ത വസ്തുവും ചൂടുള്ള വസ്തുവും തമ്മിൽ ഉള്ള എനർജി ഡിഫറൻസ് ആണ് ഹീറ്റ് എനർജി. നിങ്ങൾ ഒരു മെറ്റൽ സർഫസിൽ പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നു. അതിന്റെ കാരണം നിങ്ങളുടെ ബോഡി ഹോട്ട് ബോഡിയാണ്, മെറ്റല് കോൾഡ് ബോഡിയാണ്. അപ്പോൾ രണ്ട് ബോഡിയും തമ്മിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ഹീറ്റ് ഫ്ലോ ഉണ്ടാവും. ആ ഹീറ്റ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഹീറ്റ് മെറ്റലിലേക്ക് ഫ്ലോ ചെയ്യുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് വസ്തുക്കളുടെ സ്റ്റേറ്റിലെ വ്യത്യാസം കാണിക്കുന്നത് ടെമ്പറേച്ചർ. അവിടെ എനർജി ഫ്ലോ നടക്കുന്നത് ഹീറ്റ്. അഭിനവ്, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. അപ്പൊ ഒന്ന് നമുക്ക് അവിടെ കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ, ദിസ് ഈസ് സ്റ്റേറ്റ് 1 ഡിഫൈൻഡ് ബൈ പ്രഷർ P1, V1, T1, N1 എക്സെട്ര. ഈ സിസ്റ്റം സ്റ്റേറ്റ് 1ൽ നിന്ന് സ്റ്റേറ്റ് 2ലേക്ക് പോകുന്നു. പ്രഷർ P1 P2 ആയിട്ട് മാറാം, മാറാതിരിക്കാം. T1 T2 ആയിട്ട് മാറാം, മാറാതിരിക്കാം. V1 V2 ആയിട്ട് മാറാം, മാറാതിരിക്കാം. N1 N2 ആയിട്ട് മാറാം, മാറാതിരിക്കാം. നോക്കുക, ഇതിലേതെങ്കിലും ഒരു പ്രോപ്പർട്ടി മാറിയാൽ പോലും നമ്മൾ സ്റ്റേറ്റ് മാറി എന്നാ പറയുക. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി മാറിയാൽ പോലും സ്റ്റേറ്റ് മാറി എന്നാ പറയുക. ഈ സ്റ്റേറ്റ് മാറാൻ രണ്ടു പേരാണ് കാരണം. ഒന്ന് ഹീറ്റ്, ദാറ്റ് ഈസ് Q. രണ്ട് വർക്ക് ഡൺ, ദാറ്റ് ഈസ് W. ഇത്രയും ആൾക്കാരെ നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറയും. ഇവരെ നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറയും, ഓർ പാത്ത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയും. വൈൽ ഇവരെ നമ്മൾ പാത്ത് ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയും. പാത്ത് ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയും. ഒന്ന് ചേഞ്ച് കാണിച്ചു തരുന്നു, മറ്റേത് കോസ് ഓഫ് ചേഞ്ച് വിശദീകരിക്കുന്നു. ഐ റിപ്പീറ്റ്, ഒന്ന് ചേഞ്ച് കാണിച്ചു തരുന്നു, മറ്റേത് കോസ് ഓഫ് ചേഞ്ച് വിശദീകരിക്കുന്നു. ഇനി ഇവർക്കൊരു സൈൻ കൺവെൻഷൻ ഉണ്ട്, അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇവർക്കൊരു സൈൻ കൺവെൻഷൻ ഉണ്ട്. ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം, അതിനെ പ്ലസ് എന്നാണ് കൺവെൻഷൻ. ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലേക്ക് ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുന്നത് പ്ലസ് എന്നാണ് കൺവെൻഷൻ. അതേസമയം
സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിലീസ് ചെയ്യുന്നത് മൈനസ് എന്നാണ് കൺവെൻഷൻ. ദിസ് ഈസ് ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം ആൻഡ് ദിസ് ഈസ് ഹീറ്റ് റിലീസ്ഡ് ബൈ ദ സിസ്റ്റം. ഇത് സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുന്നത് പ്ലസ്, ഇത് സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിലീസ് ചെയ്യുന്നത് മൈനസ്. അതിപ്പോ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഇങ്ങനെ കൊടുത്തോളൂ, മൈനസ്. ഇത് സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുന്നത് പ്ലസ്, ഇത് സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിലീസ് ചെയ്യുന്നത് മൈനസ്. അതേപോലെ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം പ്ലസ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം മൈനസ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, ഒരു സിസ്റ്റത്തിലോട്ട് വർക്ക് ചെയ്യുന്നു, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം പ്ലസ് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നു, ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നു, ദാറ്റ് ഈസ് മൈനസ്. ഫോർ എക്സാമ്പിൾ, ഒരു ബലൂൺ, അതിനകത്തുള്ള എയർ എക്സ്പാൻഡ് ചെയ്യുന്നു. മനസ്സിലാവുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ബലൂൺ, അതിനകത്തുള്ള എയർ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം. ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ എയർ എക്സ്പാൻഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. അത് മൈനസ് ആണ്. അതേസമയം നമ്മൾ ഒരു ബലൂണിനെ കംപ്രസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. ഇറ്റ് ഈസ് പ്ലസ്. സോ കംപ്രഷൻ ഓഫ് ഗ്യാസ്, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ്, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. അതിന് സൈൻ കൺവെൻഷൻ കൃത്യമായിട്ട് ഓർത്തു വെക്കാം. ഒരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുത്താൽ പ്ലസ്, ഒരു സിസ്റ്റം ഹീറ്റ് റിലീസ് ചെയ്താൽ മൈനസ്. നിങ്ങൾ വെള്ളം എടുത്ത് ചൂടാക്കുന്നു, പ്ലസ്. നിങ്ങൾ വെള്ളത്തിനെ തണുപ്പിക്കുന്നു, മൈനസ്. ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു, മൈനസ്. ഒരു ഗ്യാസ് കംപ്രസ് ചെയ്യുന്നു, പ്ലസ്. എല്ലാവരും നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് തെർമോഡൈനമിക് പ്രോസസ്സുകളെ കുറിച്ചാണ്. തെർമോഡൈനാമിക് പ്രോസസ്സസ്, തെർമോഡൈനമിക് പ്രോസസ്സസ്, വേരിയസ് തെർമോഡൈനമിക് പ്രോസസ്സസ്. ഇതും കുറെ ടേംസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും. ഒന്നാമത്തേത് ഐസോതെർമൽ പ്രോസസ്. ഒന്നാമത്തേത്. അറിയാവുന്നവര് ഒന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. ഐസോതെർമൽ പ്രോസസ്. രണ്ട്, അഡയബാറ്റിക് പ്രോസസ്. മൂന്ന്, ഐസോബാറിക് പ്രോസസ്. നാല്, ഐസോകോറിക് പ്രോസസ്. ഐസോതെർമൽ പ്രോസസ്, അഡയബാറ്റിക് പ്രോസസ്, ഐസോബാറിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്. യെസ്, ആദ്യത്തെ റെസ്പോൺസ് ആദിത്യൻ. ഐസോതെർമൽ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. എക്സാക്ട്ലി. ഐസോതെർമൽ എന്ന് വെച്ചാൽ എ പ്രോസസ് വേർ ടെമ്പറേച്ചർ റിമെയിൻ കോൺസ്റ്റന്റ്. എ പ്രോസസ് വേർ ടെമ്പറേച്ചർ റിമെയിൻ കോൺസ്റ്റന്റ്. അത്തരം പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ഐസോതെർമൽ പ്രോസസ്. ടെമ്പറേച്ചർ റിമെയിൻ കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ T1 ഈക്വൽ ടു T2.
ഇനീഷ്യൽ ടെമ്പറേച്ചറും ഫൈനൽ ടെമ്പറേച്ചറും സെയിം ആയിരിക്കും. നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ മാറുന്നില്ല. നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഡെൽറ്റ ടി ഈക്വൽ ടു T2 മൈനസ് T1 ഈക്വൽ ടു 0. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 വരിക. ദാറ്റ് ഈസ് ഐസോതെർമൽ പ്രോസസ്. ടെമ്പറേച്ചർ മാറില്ല. Such a process may be called as isotherm. ഐസോതേം എന്ന വാക്ക് ഉപയോഗിക്കും. ഐസോതേം അത്തരം എക്സ്പെരിമെന്റ്സിന് ഉപയോഗിക്കുന്ന വാക്കാണ് ഐസോതേം എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ റിമെയിൻ കോൺസ്റ്റന്റ്. തെർമോസ്റ്റാറ്റിക് സ്വിച്ചുകളൊക്കെ അതിന്റെ അടിസ്ഥാനമാണ്. തെർമോസ്റ്റാറ്റിക് സ്വിച്ചുകളൊക്കെ നമ്മൾ AC ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. ആ ടെമ്പറേച്ചർ എത്തുന്നത് വരെ സിസ്റ്റം AC വർക്ക് ചെയ്യും. ആ ടെമ്പറേച്ചർ എത്തി തണുപ്പ് നന്നായിട്ട് ആ തണുപ്പ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും. വീണ്ടും ടെമ്പറേച്ചർ കൂടുമ്പോൾ AC വർക്ക് ചെയ്യും. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഒരു AC നമ്മളൊരു ടെമ്പറേച്ചറിൽ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നതും കട്ട് ഓഫ് ആവുന്നതും ആ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. തെർമോസ്റ്റാറ്റിക് കൺട്രോൾ സ്വിച്ചുകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ ഒരു കാര്യം അതിനെയാണ് ഐസോതേം എന്ന് പറയാം. ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാം. ഐസോതേം. മോർ റെസ്പോൺസസ് ആർ കമ്മിങ്. ആരോൺ, അഡയബാറ്റിക് എന്ന് വെച്ചാൽ ഹീറ്റ് കോൺസ്റ്റന്റ്. എക്സാക്ട്ലി. അഡയബാറ്റിക് എന്ന് വെച്ചാൽ നോ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. നോ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. Q ഈക്വൽ ടു 0. ഇതാണ് അഡയബാറ്റിക്. Q എന്ന് വെച്ചാൽ ഹീറ്റ് ട്രാൻസ്ഫേർഡ്. Q എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫേർഡ്. ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് അഡയബാറ്റിക്. ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യില്ല. സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്ക്, സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഉണ്ടാവില്ല. അതിനെയാണ് അഡയബാറ്റിക് എന്ന് പറയുന്നത്. അഡയബാറ്റിക്. ഒരു തെർമൽ ഇൻസുലേഷൻ, അതിനെ അഡയബാറ്റിക് വാൾസ് എന്ന് പറയും. അഡയബാറ്റിക് വാൾസ്. നേരത്തെ നമ്മളൊരു പിക്ചർ വരച്ചു, ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു തെർമോ ഫ്ലാസ്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒരു തെർമോ ഫ്ലാസ്ക്, ഒരു തെർമൽ ഇൻസുലേഷൻ ഇങ്ങനെ കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? അഡയബാറ്റിക് വാൾസ് എന്ന് വിളിക്കാം. ദിസ് മേ ബി കോൾഡ് ആസ് അഡയബാറ്റിക് വാൾ. എന്ന് വെച്ചാൽ ഹീറ്റ് കടന്നു പോവാൻ സമ്മതിക്കില്ല. ഹീറ്റ് സിസ്റ്റത്തിൽ നിന്ന് പുറത്തോട്ടോ പുറത്തുനിന്ന് ഹീറ്റ് അകത്തോട്ടോ കടക്കില്ല. അത്തരം പ്രോസസ്സുകളെയാണ് അഡയബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. അഡയബാറ്റിക് പ്രോസസ്. യെസ്, ഐസോബാറിക്, കോൺസ്റ്റന്റ് പ്രഷർ. വെൽ ഡൺ. ഐസോബാറിക് എന്ന് വെച്ചാൽ പ്രഷർ റിമെയിൻ കോൺസ്റ്റന്റ്. പ്രഷർ remain constant. That is isobaric process. എന്ന് വെച്ചാൽ ഡെൽറ്റ P ഈക്വൽ ടു 0. ചേഞ്ച് ഇൻ പ്രഷർ ഉണ്ടാവില്ല. ഐസോതെർമൽ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 ആയിരിക്കും. ഐസോബാറിക് എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ പ്രഷർ 0 ആയിരിക്കും. എന്ന് വെച്ചാൽ P1 ഈക്വൽ ടു P2. അങ്ങനെ P1 ഈക്വൽ ടു P2 അങ്ങനെ. Isochloric, volume remain constant. Volume remain constant. Volume remain constant. That is isochloric. Delta V equal to 0. Volume change ഉണ്ടാവില്ല. That is isochloric. Isothermal, adiabatic, isobaric, isochoric. No change in temperature, isothermal. No heat transfer, adiabatic. No change in pressure, isobaric.
നോ ചേഞ്ച് ഇൻ വോള്യൂം, ഐസോകോറിക്. എല്ലാവരും നോട്ട് ചെയ്തല്ലോ അല്ലെ? എല്ലാവരും നോട്ട് ചെയ്തില്ലേ? സീരിയസ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. സീരിയസ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. എപ്പോഴും പറയുന്നതാണ്, പ്രോപ്പറായിട്ട് ഒരു പഠിക്കാനിരിക്കുന്ന ഓഫ്ലൈൻ ക്ലാസ്സിലിരിക്കുന്ന അതേ സീരിയസ്നെസ്സോട് കൂടിയിട്ട് എല്ലാ സന്നാഹങ്ങളോടും കൂടി കൃത്യമായിട്ട് സ്റ്റഡി ടേബിളിൽ ആ ഒരു ഡിസിപ്ലിനോട് കൂടിയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. നോട്ട്സ് ഒക്കെ കൃത്യമായിട്ട് എഴുതുക. സാർ, എങ്ങനെയാണ് ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കാൻ കഴിയുക? കുറച്ച് നേരം കഴിയുമ്പോൾ ക്ലാസ് ശ്രദ്ധ മാറിപ്പോകുന്നു, വേറെ പലതിലേക്കും പോകുന്നു. അങ്ങനെ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവും, എങ്ങനെയാണ് സാർ ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുക? മക്കളെ, ശ്രദ്ധ മാറും, ഉറപ്പാണ്. നമ്മൾക്ക് മനുഷ്യരല്ലടാ, നമ്മളൊക്കെ മനുഷ്യരല്ലേ. നമ്മുടെ ലിസണിങ് സ്പാനൊക്കെ 1.5 മണിക്കൂർ തുടർച്ചയായിട്ട് കാര്യങ്ങൾ സബ്ജക്റ്റ് കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇറ്റ്സ് എ ടഫ് 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 ജോബ്, ഒരു സംശയവുമില്ല. 1.5 മണിക്കൂർ, 2 മണിക്കൂർ, എന്തിന് 1 മണിക്കൂർ അല്ലേ? സ്കൂളിലൊക്കെ ആണെങ്കിൽ 45 മിനിറ്റ് പീരീഡ്. അത് ശ്രദ്ധിച്ച് ക്ലാസ്സിൽ ഇരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല, നല്ല ബുദ്ധിമുട്ടാണ്. ആദ്യമൊക്കെ നമ്മൾ ബലം പിടിച്ച് ശ്രദ്ധിച്ച് അങ്ങോട്ട് ഇരിക്കുന്നു. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. 15-20 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഡിസ്റ്റർബ്ഡ് ആവും. അരമണിക്കൂർ ആകുമ്പോൾ എന്തായാലും ഡിസ്റ്റർബ്ഡ് ആവും, ഉറപ്പാണ്. അപ്പൊ സാർ, എങ്ങനെയാണ് നമുക്ക് ഒരു ലോങ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക? അറ്റൻഡ് ചെയ്തേ പറ്റൂ, നന്നായിട്ട് ഇരുന്നേ പറ്റൂ. പഠിക്കാനിരിക്കുമ്പോഴാണെങ്കിലും ഒരു 3 മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് ഇരിക്കാനും വർക്കൗട്ട് ചെയ്യാനും ഒക്കെ സാധിക്കണം. കാരണം നമ്മുടെ മിക്ക പരീക്ഷകളും ഞാൻ കോമ്പറ്റേറ്റീവ് എക്സാംസിനെ കുറിച്ചാണ് പറയുന്നത്. മിക്ക പരീക്ഷകളും 3 മണിക്കൂറാണ് അതിൻ്റെ ഡ്യൂറേഷൻ. അപ്പൊ ഈ 3 മണിക്കൂർ ശ്രദ്ധയോടുകൂടി ഇരിക്കാനുള്ള പ്രാക്ടീസ് അല്ലേ നമുക്ക് ആദ്യം വേണ്ടത്? ഇനി നിങ്ങളുടെ ബോർഡ് എക്സാം ആണെങ്കിൽ എത്ര സമയമാണ്? ആ സമയം ശ്രദ്ധയോടുകൂടി ഇരിക്കാനും എഴുതാനും സബ്ജക്റ്റ് ചിന്തിക്കാനും അത് പേപ്പറിൽ പകർത്താനും ഉള്ള കഴിവ് വികസിപ്പിക്കണ്ടേ നമ്മൾ? വേണ്ടേ? അപ്പൊ ചോദ്യമാണ്, സാർ, എങ്ങനെയാണ് നമുക്ക് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുക? ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാനും ക്ലാസ്സിൽ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാനും നോട്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഏറ്റവും നല്ല മാർഗം ക്ലാസ്സിൽ ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ക്ലാസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കുക, ഇന്ററാക്ട് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക, മറുപടികൾ പറയുക. നമ്മൾ പറയുന്ന മറുപടി ശരിയാവണമെന്നൊന്നും ഇല്ല, തെറ്റാം. നിങ്ങൾ പറയുന്ന ഒരു മറുപടി ചിലപ്പോൾ ശരിയാവാം, ക്ലാസ്സിൽ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാം. അങ്ങനെ സംഭവിച്ചോളണമെന്നില്ലല്ലോ, തെറ്റാം. ചിലപ്പോൾ കളിയാക്കപ്പെടാം. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമ്മൾ ക്ലാസ്സിൽ ഇന്ററാക്ട് ചെയ്യുക, ചോദ്യങ്ങൾ ചോദിക്കുക, ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയുക, പറയാൻ ശ്രമിക്കുക. ചിന്തിച്ചാലല്ലേ മറുപടി പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിന് സംശയങ്ങളേ ഉണ്ടാവില്ലല്ലോ. ഒരു ക്ലാസ്സിൽ 2 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിന് സംശയങ്ങളേ ഉണ്ടാവില്ല. അതേതാ ഈ 2 കാറ്റഗറി? There are 2 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ്. അവർക്ക് ഒരു ക്ലാസ്സിൽ സംശയങ്ങളേ ഉണ്ടാവില്ല. ആർക്കാണത്? ഏതാണ് 2 കാറ്റഗറി? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും. ഒരു കുട്ടി ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെങ്കിൽ പിന്നെ സംശയമൊന്നുമില്ല. അതേസമയം ഒരു കുട്ടി ഒന്നും മനസ്സിലായിട്ടില്ല, ശ്രദ്ധിച്ചിട്ടേ ഇല്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കേൾക്കുന്നതൊക്കെ വേറെന്തെങ്കിലുമൊക്കെ ഫ്രീക്വൻസിയിലായിരിക്കും. എൻ്റെ ഡയലോഗൊക്കെ കേൾക്കുന്നത് ഐസോതെർമൽ, അഡയാബാറ്റിക് എന്നൊക്കെ പറയുമ്പോൾ ഐസോതെർമൽ പ്രോസസ്, അഡയാബാറ്റിക് ഇങ്ങനെയൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. അഡിയാബാറ്റിക് പ്രോസസ് കേൾക്കുന്നുണ്ടാവും, കണ്ണൊക്കെ തുറന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷെ ഒന്നും ഇൻപുട്ട് ഒന്നും നടക്കുന്നുണ്ടാവില്ല, ഇഫക്റ്റീവായിട്ട് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അവൻ എന്ത് ഡൗട്ടാ ഉണ്ടാവില്ല. അപ്പോ
ഒന്നും മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു കുട്ടിക്ക് ഡൗട്ട് ചോദിക്കാൻ കഴിയില്ല. എല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിലും ഡൗട്ടൊന്നുമില്ല. ഈ രണ്ട് കാറ്റഗറി ഡൗട്ടൊന്നും ഉണ്ടാവില്ല. ഇൻഫാക്ട് ക്ലാസ്സിൽ നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു കുട്ടിക്ക് സംശയങ്ങൾ എന്തായാലും ഉണ്ടാവും. പഠിക്കുന്ന ഒരു കുട്ടി നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഓബ്വിയസ് ആയിട്ടും സംശയങ്ങൾ ഉണ്ടാവും. സോ സംശയങ്ങൾ ചോദിക്കാൻ നമുക്കൊരു എലിജിബിലിറ്റി വേണം. അപ്പോൾ ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, എനിക്ക് പഠിക്കണം, എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്തണം എന്ന ചിന്ത ആദ്യം ഉണ്ടാവണം. ഒന്ന്. രണ്ട്, ക്ലാസ്സിൽ ഇന്ററാക്ട് ചെയ്യുക, ചോദ്യങ്ങൾ ചോദിക്കുക. എന്താ പറയുക, ചോദ്യം ചോദിക്കുമ്പോൾ മറുപടികൾ പറയുക. ഇറ്റ്സ് എ ഗ്രേറ്റ് വേ ടു ഇന്ററാക്ട് ഇൻ ദ ക്ലാസ് ആൻഡ് പുട്ട് യുവർ സെൽഫ് ആക്റ്റീവ്, ലൈവ്, അവൈലബിൾ ഇൻ ദ ക്ലാസ്. യെസ്, ഇതെല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് ആൻസർ പറയാൻ തയ്യാറായിട്ടിരിക്കുക. ആൻഡ് മൈ ക്വസ്റ്റ്യൻ ഈസ് ദിസ്. You have a PV diagram, pressure along the y-axis and volume along the x-axis. Okay. This is graph 1 and this is graph 2 and this is graph 3 and this is graph 4. 4 ഗ്രാഫ് pertaining to 4 different thermodynamic processes. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് 4 വ്യത്യസ്ത തെർമോഡൈനമിക് പ്രോസസ്സുകളാണ്. യു നീഡ് ടു ടെൽ മീ 1, 2, 3, 4 റെസ്പെക്റ്റീവ്ലി എന്ത് പ്രോസസ് ആണ് എന്ന് പറയണം. 1 എന്താണ് പ്രോസസ്, 2 എന്താണ് പ്രോസസ്, 3 എന്താണ് പ്രോസസ്, 4 എന്താണ് പ്രോസസ്. ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ ആൻഡ് ദ എൻട്രീസ് ആർ ഇൻവൈറ്റഡ്. യുവർ ടൈം സ്റ്റാർട്ട്സ്. One isobaric. ആരത്തി 1 pressure constant. ആരത്തി pressure constant ആണെങ്കിൽ എന്താ പറയുക? ആരോൺ 1 isobaric. മക്കളെ ഒരു സംശയമില്ല, 1 is isobaric as pressure remain constant. This is isobaric as pressure remain constant. നോക്കടാ, pressure remain constant. പ്രഷർ മാറുന്നില്ല. Therefore 1 is isobaric. ആദിത്യൻ 2 isothermal. അഭിനവ് 4 isochoric. ആദിത്യൻ 3 adiabatic. ദൃശ്യ 1 isobaric. ആരതി 4 isochoric. Again ഒരു സംശയവും വേണ്ട, 4 is isochoric. ഒരു ഡൗട്ടും വേണ്ട, 4 is isochoric. കാരണം വോള്യൂം റിമെയിൻ കോൺസ്റ്റന്റ്. കണ്ടോ, വോള്യൂം റിമെയിൻ കോൺസ്റ്റന്റ്. ഇറ്റ് ഈസ് ഐസോകോറിക്. ഇവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആണ്, ഇവിടെ വോള്യൂം കോൺസ്റ്റന്റ് ആണ്. ആൻഡ് വാട്ട് അബൌട്ട് 2 and 3? ആദിത്യൻ വെൽ ഡൺ. 2 is isothermal. 2 is isothermal and 3 is adiabatic. രണ്ടും കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെ ഉണ്ടാവും. റെക്ടാങ്കുലർ ഹൈപ്പർബോള പോലെ ഉണ്ടാവും രണ്ടുപേരും ഏകദേശം. പക്ഷെ രണ്ടും കൂടെ ഒരുമിച്ച് തന്നാൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഐ റിപ്പീറ്റ്, ഐസോതെർമലും അഡിയോബാറ്റിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ ഉണ്ടാവും. പക്ഷെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കണ്ടാൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. Adiabatic will be more steeper than isothermal. Adiabatic will be more steeper than isothermal. ഐസോതെർമലിനേക്കാളും സ്റ്റീപ്പർ ആയിരിക്കും അഡിയാബാറ്റിക്. അതെന്തുകൊണ്ട് എന്ന് ഓൺ ദ കോഴ്സ് ഓഫ് ടൈം നമുക്ക് മനസ്സിലാവും. So 1 is isobaric, 2 is isothermal, 1 is isobaric, 2 is isothermal, 3 is adiabatic and 4 is isochoric respectively. Here delta P remains 0, here
delta T remains 0. Here Q remains 0 and here delta V remains 0. മറക്കണ്ട Q എന്ന് വെച്ചാൽ ഹീറ്റ് ട്രാൻസ്ഫേർഡ് എന്നാണ് അർത്ഥം. ഹീറ്റ് ട്രാൻസ്ഫേർഡ് എന്നാണ് അർത്ഥം. അപ്പോ ഇപ്പോ നമ്മള് തെർമോഡൈനമിക് പ്രോസസ്സിൽ 4 എണ്ണം നമ്മൾ പഠിച്ചു. തെർമോഡൈനമിക് പ്രോസസ്സിൽ 4 എണ്ണം പഠിച്ചു. ഐസോതെർമൽ, അഡിയബാറ്റിക്, ഐസോബാറിക്, ഐസോകോറിക്. കഴിഞ്ഞില്ല, ഇനിയും നമുക്കതിൽ പഠിക്കാനുണ്ട്. അടുത്ത ദിവസം നമ്മൾ റിവേഴ്സിബിൾ, ഇറിവേഴ്സിബിൾ റിയാക്ഷൻസിനെ കുറിച്ച് പഠിക്കും. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഐസോതെർമൽ, അഡിയബാറ്റിക്, ഐസോബാറിക്, ഐസോകോറിക്. അതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മീൻസ് ടുമോറോ പഠിക്കാൻ പോകുന്നത്, വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, പ്രധാനപ്പെട്ട അറിയിപ്പ് നേരത്തെ പറഞ്ഞാണ്, ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ വീണ്ടും ശ്രദ്ധിക്കാം. നാളത്തെ നമ്മുടെ ക്ലാസ് 7 to 8:30 അല്ല, മറിച്ച് 5:30 to 7 ആണ് നാളത്തെ ക്ലാസ്. പൂജവയ്പ് പ്രമാണിച്ച് ക്ലാസ് നമ്മൾ കുറച്ച് നേരത്തെ ഷെഡ്യൂൾ ചെയ്യുന്നു. 5:30 to 7 ആണ് നാളത്തെ നമ്മുടെ ക്ലാസ്. ഓൾറെഡി അനൗൺസ് ചെയ്താണ്, ഒരിക്കൽ കൂടെ പറയുന്നു. നാളെ നമ്മുടെ ചർച്ച പുനരാരംഭിക്കുന്നത് റിവേഴ്സിബിൾ, ഇറിവേഴ്സിബിൾ പ്രോസസ് എന്ന തെർമോഡൈനമിക് റിയാക്ഷൻസിനെ കുറിച്ചാണ് നാളെ നമ്മൾ ചർച്ച ചെയ്യാം. അപ്പൊ ഇപ്പൊ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ മെനി ടെർമിനോളജീസ് റിലേറ്റഡ് ടു തെർമോഡൈനമിക്സ്. എല്ലാം നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഓൺ ദ കോഴ്സ് ഓഫ് ക്ലാസ് ഡിസ്കഷൻ വി വിൽ ഡിസ്കസ്. പറഞ്ഞത് മറക്കണ്ട, പ്രീവിയസ് ചാപ്റ്റേഴ്സ് നന്നായിട്ട് റിവൈസ് ചെയ്യുക, നല്ല മിടുക്കന്മാരായിട്ട് പഠിക്കുക, ക്ലാസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക, നോട്ട്സ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നോട്ട്സ് പ്രിപ്പയർ ചെയ്യാത്തവർ നല്ലതായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം. വിത്ത് ദ കണ്ടിന്യൂഷൻ ഓഫ് ദ ചാപ്റ്റർ, more stories on thermodynamics. Till then, bye, see you, good night, bye.